വളരെ നല്ല തപസ്യാണെന്നാണ് വെപ്പ്. പക്ഷേ അദ്ദേഹം തബലയെ കൊട്ടിയാൽ തബലയുടെ ശബ്ദമാണ് വരുന്നത്. അതുപോലെ വെള്ളമടിച്ചാലോ അയാൾ സൂസന്നെ ഇതാരെ വാലടച്ചത്? താൻ പോടോ. സൂസു അങ്ങനെ പറയല്ലേ. നിന്റെ സത്യമായിട്ട് പുതിയ ആളായിരിക്കണം. ഞാൻ ഇയർഫോൺ വെക്കാൻ പോവാ. താൻ അവിടെ നിന്ന് കൂവി വിളിക്കും. സൂസു അത് വെക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ കേക്ക്. സൂസു എന്താ സൂസു ഇത്? എന്ത് തോന്നിയാസേ കാണിക്കണത്? തോന്നിയാസോ? ആ ഇഷ്ടിക്ക് അങ്ങനെ ഇപ്പൊ എന്റെ തലയെ കൊണ്ടിരുന്നെങ്കിലോ? നിന്റെ ശവം ഈ മുറ്റത്ത് വീണേനെ. അത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വീഴ്ത്തോടാ. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണ്? അതെടാ ഭ്രാന്താടാ. നീ അല്ലടാ എനിക്ക് ഭ്രാന്താക്കിയത്. ഒരു കലാകാരനായ എന്നെ ഇന്നലെ വരെ ഈ നാട്ടുകാർ തബല വർക്കിച്ചെന്നല്ലടാ വിളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ അവരെന്താ വിളിക്കുന്നതെന്ന് അറിയോ? തവള വർക്കിച്ചാന്ന്. നീ അല്ലടാ അതിന് കാരണം. ഞാൻ നിൽക്കുന്ന എന്റെ വീടിന്റെ മുറ്റത്താ. വെളിവില്ലാത്ത അങ്ങേർക്കാ. അങ്ങേരെ പിടിച്ച് അകത്തേറ്റിക്കോ. കേറ്റി തരടാ ഞാൻ. സൂസ എല്ലാം കഴിഞ്ഞു പോയി. അത് സത്യം പറ എന്തുണ്ടായേ? എന്റെ സൂസ അയാളെ കള്ളുപിടിച്ച് ജംബോ സർക്കസ് കളിച്ചതാ. ഇതെന്റെ പെടലേക്ക് വരുന്നുള്ള ഉറപ്പാ. നമുക്ക് പെട്ടെന്ന് ഒരു ഹണിമൂൺ പോയാലോ? ഹണിമൂണോ? പേടിച്ച് ഒളിവിൽ പോയി എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ ഹണിമൂണിന് പോയി എന്ന് പറയുന്നത്? നമ്മൾ നാട് വിടുന്നു, പേടിക്കുന്നില്ല. അയ്യോ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഹണിമൂൺ ഫിക്സ്. ഓക്കെ, ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു. വേമ്പോര് ഭാഗ്യത്തിന് മതിൽ കെട്ടിയിട്ടില്ല. അതവളാ. ഇതെങ്ങോട്ടേ പോന്നെ? ഒരു ഡ്രൈവർ വെക്കാൻ പറഞ്ഞ കേൾക്കും. അതങ്ങനെ ഒരുത്തരം വിശ്വാസം ഇല്ലാത്തത് അവന്മാരെ അല്ലടി. പിടിക്കണ്ടടി. വർക്കിച്ചായോ? ദൈവാനുഗ്രഹം കാര്യമായിട്ടൊന്നും പറ്റില്ലല്ല. വർക്കിച്ചായ എന്റെ പറമ്പിലെങ്ങനെ കാലുകുത്തിയാ അടിച്ച നിന്റെ മോന്തടെ ഷേപ്പ് ചെയ്യാൻ പറ്റുമ്പോലെ. ഷേപ്പ് ഇങ്ങനെ ഇരിക്കണത് ഈ സൈഡിൽ അടിച്ചു. അപ്പൊ കറക്റ്റ് ഷേപ്പ് ആയിട്ട് കിട്ടും. എവിടുന്ന് വന്ന മനുഷ്യനാണത്? എന്നാ കാണാൻ നിൽക്കുവാടി. വന്ന് കഞ്ഞിയും കടലയും കൂടെ ജ്യൂസ് അടിക്കടി. നിന്നെ ഇനി പുറത്തിറക്കൂലടാ ഞാൻ. ഇനിയിപ്പൊ തോടെ ഉള്ളു മാർഗം. പാമ്പിനെ ഓടിക്കാൻ എന്തെങ്കിലും കണ്ടുപിടിക്കണം. ഇത് ഏക്കൂലോ അല്ലേ? പിന്നെ കാലയ്ക്ക് അങ്ങോട്ട് ഒഴിച്ചാൽ മതി. ഏത് പാമ്പും പോകും. അപ്പോഴും പോയില്ലെങ്കിൽ ഒന്നുകൂടെ ഓടിക്കണം. എന്നിട്ടും പോയില്ലെങ്കിൽ ചേട്ടൻ അവിടെ വരെ ഒന്ന് വരണം കേട്ടോ. ഞാനെന്തിനാണോ വന്നത്? അല്ല, ഈ നീണ്ട താടിയും മുടിയൊക്കെ കഴിച്ചിട്ട് ചേട്ടന്റെ കോലം കാണുമ്പോ പാപ്പ എങ്ങനെയെങ്കിലും ഓടിപ്പൊക്കോളും. എനിക്കിത് വേണം. വേണം. എന്നാ കാശിങ്ങോട്ട് ഇട്. രാമുവേ, ഞങ്ങള് പിച്ച ചോദിച്ചു വന്നതല്ല, പിരിവ് ചോദിച്ചു വന്നാ. ഇവനങ്ങോട്ട് നമ്മുടെ കാര്യങ്ങൾ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇവിടെ മറ്റേ സംഭവം നടക്കാൻ പോകില്ലേ? അമ്പതാമസിയല്ലേ? അതിന്റെ മറ്റേ സ്പെഷ്യൽ പരിപാടി. മോനെ പോരാടാ. തെക്ക് മാറി നിൽക്കാം. ഇത് തോന്നുമ്പോ മറ്റേ കാര്യം ഒന്നും മിണ്ടരുത്. ഒന്നും ഒഫീഷ്യലല്ല, പേഴ്സണല്ല. നമ്മൾ വളഞ്ഞ വഴിയിലൂടെ അത് ഒഫീഷ്യലാക്കി മാറ്റും. ഓ, താൻ പ്രസിഡന്റ് ആയ പോലെ. ആരാടാ ഇതിന്റെ പിന്നിലെ? കണ്ടെന്ന് തോന്നണു. ചോദിച്ചില്ലേ? സത്യം പറഞ്ഞോ? ആരാ ഇതിന്റെ പിന്നിലെ? ഞാനാ, സത്യനാ. അപ്പൊ ഇതിന്റെ പിന്നിൽ നീയാണല്ലേ? അയ്യോ, ഇതിന്റെ പിന്നിലല്ല, ഞാൻ ഇതിന്റെ പിന്നിലാ. അപ്പൊ ചെറിയ പൂ വെച്ച പോരാഞ്ഞ് പിന്നിലെന്നാ വാലാണോ വെക്കുന്നത്? പൂവാല പിടിക്കണോ? അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. തന്റെ പട്ടിണി ഞാൻ പഞ്ചായത്തിൽ പറഞ്ഞ് മാറ്റുന്നുണ്ട്. തൽക്കാലം ഈ വയറ് നൊട്ടിക്ക് പോയി വയറ് കൊടുക്കണം. അവന് കിട്ടിയില്ലേ? ഓ ഇല്ല, വഴിയിലൊരു ബ്ലോക്ക് കിട്ടി. കുറച്ചുകൂടെ പോക്കി വെച്ചത് സത്യ. സാബു, അയ്യോ എടാ, നീ ആകെ മാറിപ്പോയല്ലോ. എന്തുകൂടാ മുടി കൊഴിഞ്ഞു പോയല്ലോ. എന്റെ
ഈ ബിൽഡിങ്ങേ എന്റെ അപ്പച്ചൻ വാങ്ങിച്ചു. ചെറിയൊരു രീതിയിൽ ഒരു ബാർ തുടങ്ങി. അല്ല ഞാനിപ്പോ അങ്ങനെ സത്യ പഴയടിയൊക്കെ നീ മറന്നോടാ. ഇപ്പൊ നിർത്തി കംപ്ലീറ്റ്. എന്ത് പ്രശ്നം എന്താ? ഭാര്യപ്പെടിയാ? പിന്നെ എന്തോന്നില്ല. അപ്പൊ ഒന്നും നോക്കല്ല, നമ്മൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടാണ്. ഇന്ന് അടിക്കുന്നു, വേറൊരു പരിപാടിയില്ല. തമാശ കളിക്കില്ല നീ. ഇവിടെ എന്താ ചെയ്യുന്നേ? ഇവിടെ കടച്ചേട്ടാൻ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞു. ഈടാ എന്താണ് നിനക്ക് പറ്റിയത്? ഈ തവള വർക്കിച്ചിനെയും ലോക്കൽ പൊളിറ്റീഷ്യനെയും കണ്ട് പേടിച്ചോറിന്റെ ആളാണോ നീ? ഈടാ പഠിക്കുന്ന കാലത്ത് ആരായിരുന്നു നീ? ആരായിരുന്നു? സത്യനാഥൻ. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എത്ര സമരങ്ങളാണ് നമ്മൾ പൊളിച്ചെടുക്കുന്നത്. നമ്മുടെ സമരത്തിന്റെ പവർ നിനക്ക് ഓർമ്മയുണ്ടോ? എത്ര ബസ്സുകളാണ് നമ്മൾ കത്തിച്ചിട്ടുള്ളത്. എത്ര പോലീസുകാരെ വന്നിട്ട് നെഞ്ചു വിരിച്ചിട്ടില്ല നീ. ആ പവർ എവിടെ? ആ നീ എവിടെ? അവരുടെ മുമ്പിൽ നെഞ്ചും വിരിച്ച് കൊടി കെട്ടി ഉയർത്തിയിട്ടില്ല നീ. അപ്പൊ എങ്ങനെയാ? അപ്പോ നമുക്ക് കാണാളിയാ. വീട്ടിലെ ഒരാളെ അത്രേ ഉള്ളൂ. ഒരുത്തിനെ വിടില്ല. അത്രേ ഉള്ളൂ. പുതിയ പാലം വന്നിട്ട് ആരടാ ഇത് കെട്ടിയത്? ഞങ്ങളാ. അരെ ആ, അപ്പൊ ഇതിങ്ങനെ കെട്ടിക്കഴിഞ്ഞാ ഞാൻ എങ്ങനെ എന്റെ വീട്ടിലേക്ക് പോകും? അറിഞ്ഞൂടാ. ഇത് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിട്ട് കിട്ടിയാ. പഞ്ചായത്ത് പറഞ്ഞിട്ട് കിട്ടിയത്. ഓ, പ്രസിഡന്റിന്റെ പരിപാടിയായിരിക്കും. അതെ. തവളയുണ്ട് അതില്? ആ ഉണ്ടാവും. ഉണ്ടാവണമല്ലോ. ഈ കെട്ട് കണ്ടാൽ അറിയാം തവളയുടെ. ഞാൻ പോയിട്ട് പോരും. ഇവിടെ ഉണ്ടാവും. പ്രസിഡന്റ് അവന്റെ ഇതിനൊരു ഇമ്പാക്റ്റ് ഇല്ല. ഇതാണ് ഈ റോയ്സ്. അപ്പന്റെ പ്രേതമല്ല. ആരാണ് അവിടെ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട്? നിന്റെ അപ്പൻ പോടാവൂല്ലേ? താനാണോ വർക്കിച്ചായ? താനും തന്റെ മറ്റേ പ്രസിഡന്റും കൂടി ഞാൻ നടന്നു പോകുന്ന തോടിന്റെ വഴിയടച്ച് കെട്ടിയില്ലടാ. വെള്ളടിച്ച് പാമ്പായിട്ട് വന്നേക്കല്ലടാ. അതാടാ ഞാൻ പാമ്പാടാ തവളയാ. തന്നെ വീഴും. നിന്നോട് ഇങ്ങനെ സംസാരിച്ചാൽ ശരിയാവൂല. ഞാൻ പോയി രണ്ടെണ്ണം അടിച്ചിട്ട് വരാം. ഞാൻ ഇവിടെ വെയിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യടാ. ഇവിടെ വെയിറ്റ് ഇവിടെ തന്നെ വെയിറ്റ്